വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇതുപോലെ വീഡിയോസിന് കാത്തു നിൽക്കുകയാണ് നിങ്ങളെന്ന് മിസ്സിന് അറിയാം. അതുകൊണ്ടാണ് നമ്മുടെ ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ടോപ്പിക്ക് നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് തന്നെ പോകും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേറെ ഒരു വഴിയുമില്ല, നേരെ നമ്മുടെ നിഞ്ച ബാച്ചിലേക്ക് വരിക. നിങ്ങൾ ഓൾറെഡി കണ്ടതാണ് നിഞ്ച ബാച്ചിൻ്റെ പവർ എന്താണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചു, സെക്കൻഡ് ചാപ്റ്ററും പഠിച്ചു. അതിൽ നിന്ന് ഓരോന്നും ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു എന്നും മനസ്സിലാക്കി എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അടിപൊളിയായിട്ടാണ് പഠിച്ചു പോകുന്നത്. അപ്പം ഇനിയും ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇപ്പോൾ മിസ് ചെയ്താൽ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ടോപ്പിക്കും നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പം മാക്സിമം എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക. കാരണം എല്ലാവരും ഒരേപോലെ തന്നെ എന്ത് ചെയ്യണം, കോണ്ടന്റുകളും കോൺസെപ്റ്റുകളും ഒക്കെ ക്ലിയർ ആക്കി തന്നെ പഠിച്ചു പോകണം. അപ്പോൾ മക്കളെ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. വാട്ട് ഈസ് മെൻറ്റ് ബൈ ബാലൻസ്ഡ് ഡയറ്റ്? നമ്മൾ ഡൈജഷനും ഒക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അറിയണം എന്താണ് നമുക്ക് ന്യൂട്രിയൻസ് എന്നും അതെങ്ങനെയാണ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം. നമ്മൾ എപ്പോഴും പല വീഡിയോസിലൂടെ കാണുന്നുണ്ടല്ലേ, ഡയറ്റ് നോക്കണം, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കണം, ഇതൊന്നും പോരാ, ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കണമെന്ന്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് പറയുന്നത് എന്താണ്? സമീകൃത ആഹാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്, എങ്ങനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്യുന്നതെന്നാണ്. അതുകൊണ്ടാണ് food that provides all the nutrients required by the body in the right proportion. ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷക ഘടകങ്ങളും ശരിയായ അനുപാതത്തിൽ ലഭിക്കുന്ന ഭക്ഷണമാണിത് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ടല്ല ക്വസ്റ്റ്യൻ വരിക. ഒരു 3 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യനിൽ സി ആയിട്ട്, 1 മാർക്കിൻ്റെ സി സബ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് വേണ്ട പ്രോട്ടീൻ ആയിക്കോട്ടെ, കാർബോഹൈഡ്രേറ്റ് ആയിക്കോട്ടെ, ഇനി ലിപ്പിഡ്, കൊഴുപ്പ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, കറക്റ്റ് പ്രൊപ്പോർഷനിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ആ ഒരു ഡയറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഡെഫിനിഷൻ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ. ഇനി വൈ ഈറ്റിംഗ് ജങ്ക് ഫുഡ് ഓൺ എ റെഗുലർ ബേസിസ് ഇസ് നോട്ട് ഗുഡ്? സ്ഥിരമായി നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഗുണകരമല്ല. കാരണം എന്താണ്? അതായത് ഇതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിന് ആൻസർ ചെയ്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും, 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന്. അപ്പോൾ ഇതുപോലെ ഈ ജങ്ക് ഫുഡിൻ്റെ കാര്യം, അതല്ലെങ്കിൽ ചിലപ്പം ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ കണ്ടിട്ട് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ് ഇൻ ബയോസ്ഫിയർ, അങ്ങനെ പല രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ജങ്ക് ഫുഡിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം, വളരെയധികം ബുദ്ധിമുട്ടാണ്. മീൻസ് ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് അൺഹെൽത്തി ആണ്, ഇറ്റ്സ് ഹൈ ഇൻ കലോറീസ് ആൻഡ് ലോ ഇൻ ന്യൂട്രീഷണൽ വാല്യൂ. നമ്മൾ ഈ ബർഗറും ഷവർമയും എല്ലാം കഴിക്കുമ്പം നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് കിട്ടുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു, ഹൈ കലോറിക് വാല്യൂ കാർബ്സ് ആണ് കിട്ടുന്നത്. അപ്പം കൂടുതൽ കലോറി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വയറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടാൻ തുടങ്ങും. സോ ദിസ് ക്യാൻ ലീഡ് ടു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആൻഡ് സർട്ടൻ ഹെൽത്ത് പ്രോബ്ലം. വേണ്ട പ്രോട്ടീനും നമുക്ക് വേണ്ട വിറ്റാമിൻ ഒന്നും കിട്ടാതെ ഈ അനാവശ്യമായിട്ടുള്ള കാർബ് മാത്രം കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും, അതവിടെ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് വലിയ പ്രായമാകുമ്പോഴത്തേക്കും ഹാർട്ട് അറ്റാക്സിലേക്കൊക്കെ നയിക്കുന്നത്. സോ ജങ്ക് ഫുഡിൽ കലോറി കൂടുതലാണ്, ഒന്നാമത്തെ പോയിന്റ്. പോഷകമൂല്യം കുറവുമാണ്. ഇതുകൊണ്ടാണ് ഇത് കഴിക്കരുത് അധികം എന്ന് പറയുന്നത്. സോ ഇത് പോഷകക്കുറവിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും എന്ത് ചെയ്യാം, ഇടതരാം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അത് കൊണ്ടെത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ ഡൈജഷൻ ഇൻ ഹ്യൂമൻ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ? മനുഷ്യരിലെ കോശ ബാഹ്യ ദഹന പ്രക്രിയയിലെയും യാന്ത്രിക ദഹനവും രാസിക ദഹനവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഒന്നാമതായിട്ട് നമ്മൾ ദഹനം അല്ലെങ്കിൽ ഡൈജഷൻ പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഡൈജഷൻ എന്ന് പറയുന്നത് മൗത്തിൽ തുടങ്ങി നമ്മുടെ ഏനസിലെ അവസാനം എൻഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം നടക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഭക്ഷണം നമ്മൾ കഴിച്ച് അങ്ങ് എത്തുന്ന സമയത്ത് 2 തരത്തിൽ അല്ലെങ്കിൽ 2 ടൈപ്പിലാണ് ഡൈജഷൻ നടക്കുന്നത്. ഒന്നാമത്തെയാണിത് മെക്കാനിക്കൽ ഡൈജഷൻ അല്ലെങ്കിൽ ദഹന പ്രക്രിയയിലെ യാന്ത്രിക ദഹനം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണിത് കെമിക്കൽ ഡൈജഷൻ അല്ലെങ്കിൽ രാസിക ദഹനം എന്ന് പറയുന്നത്. മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ മെക്കാനിക്കൽ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതായത് നമ്മൾ പറയുന്ന പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്, നമ്മുടെ വായിൽ ചവച്ചരയ്ക്കുന്നത്, ഇതൊക്കെ എന്താണ്, മെക്കാനിക്കൽ ഡൈജഷൻ ആണ്. രണ്ടാമത്തേതാണ് കെമിക്കൽ ഡൈജഷൻ, രാസിക ദഹനം. അതായത് അവിടെ എന്തൊക്കെ വരുന്നു, എൻസൈമുകളുടെ പ്രവർത്തനം വഴി ഒരു കെമിക്കൽ റിയാക്ഷൻ, രാസക അല്ലെങ്കിൽ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ 2 എണ്ണമാണ് എന്ത് നമ്മൾ പറയുന്ന ദഹനം. മെക്കാനിക്കൽ എന്ന് പറയുന്നത് പെരിസ്റ്റാൾസിസും നമ്മളുടെ ടീത്ത് വഴി ച്യൂ ചെയ്യുന്നതൊക്കെയാണ്. കെമിക്കൽ എന്ന് പറയുമ്പോൾ ഇവിടെ എൻസൈംസ് വഴി അല്ലെങ്കിൽ എൻസൈമിൻ്റെ ഹെൽപ്പ് വഴി എന്ത് ചെയ്യുന്നു, കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ആവുന്നു, പ്രോട്ടീൻ ഡൈജസ്റ്റ് ആയി ചെറിയ മോളിക്യൂളായി മാറുന്നതാണ്. ഇതാണ് 2 ടൈപ്പ് ഡൈജഷൻ. ഇനി സോ
മെക്കാനിക്കൽ ഡൈജഷൻ ഇൻക്ലൂഡ് ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾ. പല്ലുകളും പേശികളും ആഹാരത്തെ ചെറുകണികളാക്കുന്നു. കെമിക്കൽ ഡൈജഷൻ ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് ബൈ ദ എൻസൈമുകളുടെ ഹെൽപ്പ് വഴി എന്ത് ചെയ്യുന്നു, ചെറിയ ലഘു പോഷകങ്ങളാക്കി മാറ്റുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർ ദ ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ ബോഡി? ശരീരത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങൾ ഏതൊക്കെ? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ ഏതാണ്? നമ്മൾ 1ാം പാഠത്തിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്, വിറ്റമിൻ, മിനറൽസ് ആൻഡ് വാട്ടർ അല്ലേ? നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റിലും ഉൾപ്പെടുത്തേണ്ടത് ഇത് തന്നെയാണ്. ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, ലിപ്പിഡ് അതായത് വിറ്റാമിനുകൾ, ധാതുക്കൾ, മിനറലുകൾ, പിന്നെ ജലവും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷക ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇത് ഈ പാഠത്തിലെ ഒരു ഇൻട്രൊഡക്ടറി ടോപ്പിക്കിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയും ഇതിൻ്റെ ഫിഗേഴ്സും ഡയഗ്രാംസും ഒക്കെ ആയിട്ട് മിസ് നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരും. അപ്പോൾ നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കുക. അപ്പോൾ അതൊക്കെ ഉത്തരവുമായിട്ട് മിസ് വീണ്ടും വരുന്നതാണ്. സോ ടിൽ ദെൻ ബൈ.